ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസ് അന്വേഷണത്തിന് SITക്ക് പ്രത്യേക അധികാരം. പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് സ്റ്റേഷൻ പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. വിചാരണ വേളയിൽ നിയമക്കുരുക്ക് ഒഴിവാക്കാനാണ് നിർണായക തീരുമാനം. അതേസമയം ധർമ്മസ്ഥലയിൽ മാർക്ക് ചെയ്ത പോയിന്റ് 13-ൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് വിശദമായി പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. എന്തായാലും ധർമ്മസ്ഥലയിൽ പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. SITയെ സംബന്ധിച്ച് SITക്ക് പ്രത്യേക അധികാരമുണ്ടാകുന്നത് വലിയ തരത്തിൽ ഉപയോഗപ്പെടും. ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് ഊർജ്ജം പകരാനുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലെ? തീർച്ചയായും ഭവ്യ, ഓരോ ദിവസവും അത്തരത്തിൽ പുതിയ വാർത്തകളും വെളിപ്പെടുത്തലും ഒക്കെയാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്നത്. എന്തായാലും ഇന്ന് നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം, ഇപ്പോൾ 13-ാം പോയിന്റ് ഇന്ന് പരിശോധിക്കാൻ സാധ്യതയില്ല എന്നാണ്. ഇന്നലെ പരിശോധന നടത്തിയ കല്ലേരി പെട്രോൾ പമ്പിന് സമീപമുള്ള ബോളൂർ വനമേഖലയിൽ തന്നെ ഇന്നും തെരച്ചിൽ തുടരും എന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ലഭിക്കുന്നത്. അവിടെ എന്തൊക്കെയോ വസ്തുക്കൾ ഇത്തരത്തിലുണ്ട് എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നേരത്തെ ഒരു തലയോട്ടി ഇത്തരത്തിൽ തെളിവിനായി കുഴിച്ചെടുത്തതും ആ സ്ഥലത്ത് നിന്നായിരുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 11 പോയിന്റിന് സമീപമാണ്. ഈ പോയിന്റിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ ഈ SITക്ക് തെരച്ചിലിൽ ഏറ്റവും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ച ഒരു സ്ഥലം കൂടിയാണിത്. അതായത് സർപ്രൈസ് സ്പോട്ട് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ 14-ാം പോയിന്റായി ഇതിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും ഒരുപാട് ദുരൂഹത ഉറങ്ങുന്ന ബംഗളക്കുന്നിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഇവിടെ ഇത്തരത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന ആ പ്രദേശം, അത് 12-ാം പോയിന്റാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. ഇതിനകത്ത് വിശദമായ പരിശോധന നടത്തും. അതും ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവന്ന് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇതിനകത്ത് JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോയി പരിശോധന നടത്തുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനകത്ത് എവിടെയൊക്കെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടോ അത് കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന നേത്രാവതി പുഴയുടെ സമീപത്തുള്ള ഈ ഒരു സ്ഥലം. ഇതിൽ ആ ദൃശ്യങ്ങൾ കാണാം. അത് പോയിന്റ് 13 13 എന്ന് അടയാളപ്പെടുന്ന സ്ഥലം. അവിടെ നിന്നും ഒരു 100 മീറ്റർ മാറിയാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണ അസ്ഥികൂടവും ഒരു തലയോട്ടിയും 60ഓളം ഇത്തരത്തിലുള്ള അസ്ഥികളും ലഭിച്ച സ്ഥലം. ഇതാണ്, ഈ വഴിയാണ് ഇതിനകത്തേക്ക് പോകുന്ന ഒരു വഴി. ഇതുവഴിയാണ് ഈ പരിശോധനയൊക്കെ നടത്താൻ വേണ്ടി ഉദ്യോഗസ്ഥർ പോയ ഒരു സ്ഥലം. ഇതുവഴിയാണ് ഇതിനകത്ത്, ഈ വനത്തിനകത്ത് പ്രവേശിക്കേണ്ടത്. ദുർഘടം പിടിച്ച ഒരു പാതയാണ് ഇതിനകത്ത്. വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇത് വനം വകുപ്പിൻ്റെ കൃത്യമായ അധീനത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ കാണാം. ഇതിനകത്ത് പൂർണ്ണമായും കടക്കാൻ പോലീസ് അനുവദിക്കാത്തൊരു പ്രത്യേകതയുണ്ട്. കാരണം ഒരുപാട് മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം എത്രത്തോളം ഭീകരതയാണ് ഇതിനകത്തെന്ന്. വിഷപ്പാമ്പുകളുടെയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെയും ഒക്കെ ശല്യമുള്ള വളരെ ചെങ്കുത്തായ ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു സ്ഥലമാണ്. 100 മീറ്റർ ഉയരത്തിലാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഇതിന് തൊട്ട് സമീപത്ത്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നതിന് തൊട്ട് സമീപത്താണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലം. ആ ദൃശ്യം എക്സ്ക്ലൂസീവായി നമ്മൾ കാണിക്കുന്നു. ഇതുവരെ നമുക്ക് ഇതിനകത്ത് കയറാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് വ്യാപകമായ പരിശോധന നടത്തും. അത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും. ഇപ്പോൾ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് നേത്രാവതി പുഴയോട് ചേർന്ന് കിടക്കുന്ന, റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. ഇവിടെ ഈ റോഡിൽ നിന്നും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ശുചീകരണ തൊഴിലാളിക്ക് നൽകുകയും പിന്നീട് അദ്ദേഹം ഇതുവഴി ഇതിനകത്ത് കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തു എന്നാണ് മൊഴി. ഒന്നല്ല, 3 മൃതദേഹങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. അത് അസ്ഥികൂടമാണ്. അത് പുരുഷൻ്റേതാണോ സ്ത്രീയുടേതാണോ കുട്ടികളുടേതാണോ എന്ന കാര്യത്തിൽ ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. നമുക്ക് മരങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം. ഇതിനകത്ത് ഇത്തരത്തിൽ ഒരുപാട് മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. വിഷപ്പാമ്പുകളുണ്ട്. അത്രത്തോളം അപകടകരമായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിലാണ് SITയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പരിശോധന നടത്തേണ്ട ആ സ്ഥലത്ത് ഇന്നലെ ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ചാണ് ഇന്നലെ പരിശോധന നടത്തിയത്. വളരെ പ്രതിസന്ധിയുണ്ട് പരിശോധന. ഇപ്പോൾ നടക്കുന്ന പരിശോധനയ്ക്ക് അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മറികടന്ന് പരിശോധന നടത്തുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നേരത്തെ ഒന്നും ദൃശ്യങ്ങളിൽ നിന്നൊന്നും ഇതുവരെ പുറത്തു വരാത്ത ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സ്ഥലം.
ഇതിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല. നേരത്തെ പോലീസ് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. കാരണം കൂടുതൽ അകത്തേക്ക് നമ്മളും പോകുന്നില്ല. കാരണം ഇത് തെളിവുകൾ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകരുത്. നമ്മളും ഈ അന്വേഷണത്തിന് സത്യം തേടിയുള്ള യാത്രയിലാണ്. ഭീഷണിക്കും ഒന്നും വഴങ്ങാതെ ഇപ്പോഴും ധർമ്മസ്ഥലയിൽ നിന്നും തത്സമയ റിപ്പോർട്ട് നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ മണിക്കൂറുകളിലും ഇവിടെ മാറുന്നത് അത് കൃത്യമായി എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മുടെയും ഉദ്ദേശം. ഏതായാലും 13-ാം പോയിന്റ് ഇന്ന് പരിശോധന ഉണ്ടാകില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അല്പസമയത്തിനകം ശുചീകരണ തൊഴിലാളി ഈ ക്യാമ്പ് ഓഫീസിൽ ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലെത്തും. അങ്ങനെയാണെങ്കിൽ ഇന്ന് വളരെ നേരത്തെ പറഞ്ഞ ഇന്നലെ പരിശോധന നടത്തിയ അതേ സ്ഥലത്ത് പരിശോധന നടത്താനാണ് ഒരു സാധ്യത. എന്തായാലും ഇത് ചെങ്കുത്തായ ഒരു കയറ്റമാണ്. അതിനുശേഷം മുകളിൽ ആണ് ഈ മൃതദേഹാവശിഷ്ടം ലഭിച്ചത്. അതായത് 4 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ച ഒരു സ്ഥലമാണ് എനിക്ക് സമീപം കാണുന്ന ഈ സ്ഥലം. ഇതിനകത്ത് നിന്നാണ് ഇത്തരത്തിൽ 4 പേരുടെ മൃതദേഹം ലഭിച്ചത്. ഇനി ഏറ്റവും പ്രധാനം ഇന്ന് നടത്തുന്ന പരിശോധന തന്നെയാണ്. നേരത്തെ ഈ തെളിവിനായി തലയോട്ടിയെടുത്ത സ്ഥലം, കത്തി കൊണ്ട് തലയോട്ടി എടുക്കുന്ന ദൃശ്യം അത് നമുക്ക് ഓർമ്മയുണ്ടാവും. ധർമ്മസ്ഥലയെ ഞെട്ടിച്ച ആദ്യത്തെ ഒരു ദൃശ്യമാണത്. അത് ശുചീകരണ തൊഴിലാളി തെളിവിനായി എടുത്ത സ്ഥലമാണ്. അത് കോടതിയിൽ പോലും ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എന്തായാലും ആ സ്ഥലം ഇന്ന് കൂടുതൽ വിശദമായി പരിശോധിക്കും. അവിടെ കാട്ടാന ശല്യമുണ്ട്. ഇന്നലെ പരിശോധന നടത്തുന്ന സമയത്ത് വലിയ തോതിൽ കാട്ടാന എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പടക്കം പൊട്ടിച്ചാണ് കാട്ടാനെ അവിടെ നിന്ന് വിരട്ടി ഓടിച്ചത്. അതേ സ്ഥലത്താണ് ഇന്നും പരിശോധന നടത്തുന്നത്. എന്തായാലും ഇന്നത്തെ പരിശോധന വളരെ നിർണായകമായിരിക്കും. ഒരുപക്ഷെ ഇന്ന് നേരത്തെ തന്നെ തെരച്ചിൽ ആരംഭിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം മഴ ഉള്ള ഒരു സാഹചര്യം ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ വലിയ സംവിധാനത്തോടുകൂടി വളരെ നേരത്തെ തന്നെ പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഏതായാലും ഇത് ദൃശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുന്നിനകത്ത് ഒരുപാട് രഹസ്യങ്ങൾ, ബംഗള കുന്ന് എന്നറിയപ്പെടുന്ന നേത്രാവതി പുഴയ്ക്ക് സമീപമുള്ള ഈ കുന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉറങ്ങുന്നുണ്ട്. ഒരു പക്ഷേ അനന്യ ഭട്ടിൻ്റേത് ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന സാക്ഷി സംശയിക്കുന്നു. കൃത്യമായ സാമ്യം അമ്മയും പോലീസ് ഉദ്യോഗസ്ഥരും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുന്നിൽ വിശദമായ പരിശോധന ഉണ്ടാകും വരും ദിവസങ്ങളിൽ. ഇന്നത്തെ പരിശോധന പക്ഷേ ഇവിടെ നിന്നും ഒരു 9 കിലോമീറ്റർ മാറിയുള്ള വളരെ ഉൾപ്രദേശത്ത്, വനപ്രദേശത്ത്, മൊബൈൽ റേഞ്ച് കിട്ടാത്ത ഒരു സ്ഥലത്ത്, അങ്ങനെ ഒരു ഇടത്തിലാണ് ഇന്ന് പരിശോധന എന്നാണ് അറിയുന്നത്. ഏതായാലും ഇന്നലെ അവിടെ 1:30 കൂടിയാണ് പരിശോധനയ്ക്ക് എത്തിയത്, സംഘം എത്തിയത്. വെറും 4 മണിക്കൂർ മാത്രമാണ് അവിടെ പരിശോധന നടത്തിയത്. സമയമുണ്ടായിരുന്നില്ല, ഇരുട്ട് വന്നു, ഒപ്പം കാട്ടാന ശല്യമുണ്ടായി. ഇന്ന് കൃത്യമായ വിപുലമായ സംവിധാനത്തോടു കൂടിയുള്ള ഒരു തെരച്ചിലാണ് ഉദ്ദേശിക്കുന്നത്. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി വരുന്നത്. നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ SITക്ക് കൂടുതൽ അധികാരം നൽകുന്നു സർക്കാർ. അത്തരത്തിൽ ഒരു പോലീസ് സ്റ്റേഷനായി ഇനി SIT പ്രവർത്തിക്കും. അത്തരം അധികാരം കൂടി SITക്ക് നൽകുന്നു. അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ മുന്നോട്ട് പോകാൻ ഊർജ്ജം പകരുന്ന ഒരു തീരുമാനമാണ്. അതിൻ്റെ ഉത്തരവും ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി SITക്ക് നൽകുന്ന പരാതികൾ അത് കൃത്യമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയക്കും. അവിടെ നിന്നും റീഡയറക്റ്റ് ചെയ്തതിനു ശേഷമായിരിക്കും SIT അത് കൃത്യമായി എടുക്കുക. അതുകൂടാതെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഒരു സാക്ഷി ഇപ്പോൾ എത്തിയിരിക്കുന്നു. ജയൻ എന്ന് പറയുന്ന സാങ്കല്പിക പേരാണത്. ജയൻ എന്ന് പറയുന്ന ഒരു സാക്ഷി കൂടെ വന്നിരിക്കുന്നു. മൃതദേഹം കുഴിച്ചിട്ടത് കണ്ടു എന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നു. അത് 2014 ശേഷമാണ്. ഈ ശുചീകരണ തൊഴിലാളി 95 മുതൽ 2014 വരെയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്നതെങ്കിൽ ഇത് 2014 ശേഷം ഈ സമീപകാലത്ത് ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്ന ഒരു സാക്ഷിയുടെ വെളിപ്പെടുത്തലാണുള്ളത്. എന്തായാലും ആ സംഭവത്തിൽ ഒരു പരിശോധന നടത്താൻ ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അത് വളരെ പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും കൂടുതൽ ആളുകൾ രംഗത്ത് വരും എന്ന് വേണം കരുതാൻ. കാരണം SITയിൽ ഇപ്പോൾ പൂർണ്ണമായും ആളുകൾക്ക് വിശ്വാസമുണ്ടായിരിക്കുന്നു. മാത്രമല്ല കൃത്യമായ വിവരങ്ങൾ ഇവിടെ നിന്നും വാർത്തകളും പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. അത് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ ഊർജ്ജം പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നത്. ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ജയൻ എന്നാണ് ഇയാൾക്ക് സാങ്കല്പികമായ ഒരു പേര് നൽകിയിട്ടുള്ളത്. ഭീമനും ജയനും ഇപ്പോൾ 2 സാക്ഷികൾ ഇപ്പോൾ ധർമ്മസ്ഥലയുടെ ഈ കൂട്ടക്കൊലപാതക പരമ്പര കേസിൽ മുന്നോട്ട് വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി കൂടുതൽ ആളുകൾ വരുമെന്ന ഒരു പ്രതീക്ഷയാണ് SITയും പങ്കുവെക്കുന്നത്. എന്നാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ പോയിന്റിൽ ഇനി പരിശോധന ഏത് രീതിയിലായിരിക്കും, എത്രത്തോളം മൃതദേഹാവശിഷ്ടങ്ങൾ ഈ ഒരു ബംഗളക്കുന്നിന് അകത്തുണ്ടോ അതെല്ലാം കണ്ടെത്തുക, അത് തന്നെയാണ് SITയുടെ ഒരു തീരുമാനം. ഇത് ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തതിന് തൊട്ട് സമീപമുള്ള ഒരു സ്ഥലം കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത്. KV ബൈജു ആണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.